ദമ്പതികൾ മറ്റ് സൗഹൃദങ്ങൾ തേടിപ്പോകുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്. പിന്നീട് വഴിവിട്ട സൗഹൃദങ്ങൾ ചിലരെ വരിഞ്ഞു മുറുക്കാം. അതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതം തന്നെ കൈവിട്ടു പോകും. അതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സൂര്യഗായത്രിക്ക് സംഭവിച്ചത്. യുവതിയെ ആൺസുഹൃത്ത് വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം വെൺപകലെന്ന ഗ്രാമത്തെ നടുക്കിയിരിക്കുന്നു. ഉച്ചയോടെയാണ് വീടിൻ്റെ ടെറസിൽ കയറി സൂര്യഗായത്രിയെ സുഹൃത്ത് സച്ചു വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കേസിൽ കൊടങ്ങാവിള സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന വിപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാഹിതയായ സൂര്യഗായത്രി ഭർത്താവുമായി പിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. സൂര്യഗായത്രിയും സച്ചുവും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഒരാഴ്ച മുമ്പ് സച്ചു യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ വീണ്ടും യുവതിയുടെ വീട്ടിലെത്തിയ സച്ചു ടെറസിൽ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. യുവതിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൂര്യഗായത്രിയെ അടിയന്തര ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്താണ് ആക്രമണം നടത്തിയ കൊടങ്ങാവിള സ്വദേശിയായ സച്ചു എന്ന വിപിൻ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കടന്നു കളഞ്ഞു. ഇയാളെ വൈകിട്ടോടെയാണ് പോലീസ് പിടികൂടിയത്. വിവാഹിതയായ സൂര്യഗായത്രി ഭർത്താവുമായി പിണങ്ങി മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം. ഇവർക്കൊരു മകളുണ്ട്. സച്ചു പലതവണ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.